വലൈക്കും സലാം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് പോകുന്നു. നിങ്ങളെ നേരിട്ട് കണ്ടാലേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒന്നാമത് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രവാസിയായിരുന്നു, ഒരുപാട് പ്രവാസികളുണ്ട്. ആ ഓരോ പ്രവാസികൾക്കും അവർക്ക് പറയാൻ ഒരുപാട് നൊമ്പരം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഓർമ്മകളോട് കൂടിയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഒരു ജീവിത കഥ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഓരോ ആളുകളെയും മനസ്സ് കരയിപ്പിച്ചൊരു കഥയാണ്. അതെ. ആ ഒരു കഥയിൽ നിന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകളുടെ സ്നേഹവും ബഹുമാനവും നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുക. അതെ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, ഞാനന്ന് അവിടെ അനുഭവിച്ചത് വേദനകളും ത്യാഗങ്ങളും ഒരുപാട് സഹിച്ച്, 2 വർഷം ചെല്ലുവാൻ ഒരുപാട് സഹിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിനെ തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ല, പിന്നെ ആരുമില്ല അവിടെ. ഞാനും ആടും മാത്രമുള്ളൊരു ഇതാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന ഒരാൾ വന്ന് ഇതുപോലെ ലാസ്റ്റ് ഘട്ടത്തിൽ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് ഏത് ആളാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. അങ്ങനത്തെ ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ അങ്ങോട്ട് ആ രക്ഷപ്പെടുത്തലോട് കഴിഞ്ഞതിൽ പിന്നെ എനിക്കെല്ലാം കൊണ്ടും നല്ല ഒരു ഇതിൻ്റെ സമയം മാറുമായിരുന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ അത് പിന്നെ നോവലായി. അത് തന്നെ നോവലൊന്നും ആയിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാനിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് അന്ന് ഞാൻ പോകുമ്പോൾ 5 സെൻറ്റ് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് പോയത്. ഒരു റിയാൽ പോലും ഞാൻ സൗദിയിലെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ 5 വർഷം ഇവിടെ നാട്ടിൽ വന്ന് നിന്നപ്പോൾ പിന്നെ ഒരു കുട്ടിയും കൂടെ ഒക്കെ ആയി. അപ്പോൾ 2 കുട്ടിയായി. പിന്നെ വീടും ഇല്ല, വസ്തുവിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു അളിയൻ ബഹ്റൈനിലുണ്ടായിരുന്നു, ഭാര്യയുടെ ആങ്ങള. പുള്ളിയുടെ എൻ്റെ വിഷമമൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇതുപോലൊരു വിസ എടുത്താണ് കൊണ്ടുപോയി അളിയൻ്റെ റൂമിൽ 2-3 ദിവസം താമസിച്ചപ്പോൾ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിലിൻ്റെ അടുത്ത് എൻ്റെ ഇതുപോലെ പറഞ്ഞു, എൻ്റെ അളിയൻ വന്നിട്ടുണ്ട് ഒരു ജോലിയുടെ കാര്യമൊന്നും. അപ്പോൾ ഞാൻ നേരിട്ട് അവിടെ സുനിലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇതുപോലെ, സാറേ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, എനിക്കൊരു ജോലി ഇവിടെ എനിക്ക് ശരിയാക്കി തരാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ജോലിയുണ്ട്, അത് ഞാൻ ചെയ്യത്തില്ലെന്ന് പുള്ളി പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ജോലിയായിരുന്നെന്ന് വെച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇയാൾക്കങ്ങ് വല്ലാതെ ഇതായിപ്പോയി. അങ്ങനെയാണ് ഈ കഥയുടെ തുടക്കം വരുന്നത്. തുടക്കം അതാണ് ബഹ്റൈനിൽ വെച്ച് വരുന്നത്. അപ്പോൾ ഈ സുനിലിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. ഇവർ രണ്ടുപേരും US നേവിക്കകത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അന്നേരം തന്നെ സുനിലിയുടെ എൻ്റെ അടുക്ക പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, ഞാൻ 2-3 ദിവസത്തേക്കുള്ളിൽ അവിടെ പാസ്സൊക്കെ മിലിറ്ററി ക്യാമ്പാണ്, ഇവിടെയൊക്കെ പാസ്സൊക്കെ റെഡിയാക്കി തന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാൽ പാസ്സൊക്കെ റെഡിയാക്കി ഞാൻ പോയി. പുള്ളിയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു പണിയുണ്ട്, ഞാനത് ചെയ്യത്തില്ലെന്നാണ്, ആ പണി ചെയ്യത്തില്ലെന്ന് പറഞ്ഞത്. അപ്പം ഞാനവിടെ ചെല്ലുമ്പോഴെന്തുവാ, ആക്രി പറക്കുന്ന പണിയാണ്. പക്ഷേ എനിക്കാണെങ്കിൽ രാജകീയ സുഖത്തിലുള്ളൊരു ജോലിയത് ഇവിടുത്തെ അപേക്ഷിച്ച്. അങ്ങനെ ബെന്യാമിനുമായിട്ട് പിന്നെ പുള്ളി അവിടെ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്, എപ്പോഴും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ പരിചയപ്പെടുത്തി. പുള്ളി ഒരു പ്രവാസിയുടെ കഥ എഴുതാനും കാത്തു കണക്കുക. അങ്ങനെ എൻ്റെ പുറകെ നടന്നാണ് കഥ എഴുതുന്നത്. അനുഭവങ്ങൾ എഴുതി പഠിപ്പിച്ച്. അപ്പോൾ 18 കൊടുത്തു. അങ്ങനെ ഞാൻ ജോലിക്ക് പോകുന്ന എൻ്റെ കുറേ നടന്ന് എനിക്ക് അവിടുത്തെ സ്ക്രാപ്പിൻ്റെ ഈ ഇംഗ്ലീഷുകാരൊക്കെ ബിന്നുകളൊക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം ചേഞ്ചാക്കി അതിൽ നിന്ന് നല്ല ഇതൊക്കെ പറക്കി എടുത്തിട്ട് ബാക്കി കവർ കളഞ്ഞിട്ട് വേറെ ചേഞ്ചൊക്കെ ആക്കുന്ന ജോലിയാണ്. പക്ഷേ എനിക്കത് ഏറ്റവും വലിയൊരു ജോലി, എൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള ജോലിയായിരുന്നു കിട്ടിയത്. അവിടെ അത്രയും കഷ്ടപ്പെട്ടെങ്കിൽ 20 കൊല്ലം ഞാൻ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലവും ഈ വീടും വെച്ച് മോളെയും കട്ടിച്ച് വിട്ട് പിന്നെ ഇപ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും കൂലിപ്പണി ജീവിച്ചിങ്ങനെ പോകുന്നു. ഇപ്പോൾ ആ സമയത്ത് അനുഭവിച്ച വേദന, അതെ, ഇന്ന് ഈ ഒരു ലോകം മുഴുവനുള്ള മലയാളി സൗഹൃദങ്ങൾ മലയാളി തന്നെയല്ല അറിഞ്ഞതിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം, നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം, അതെ. അപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താ നിങ്ങൾക്ക്? ഇപ്പോൾ അനുഭവത്തെ പറ്റി പറയാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഈ നോവലിനെ കൊണ്ടാണല്ലോ സംഭവിച്ചത്. ഇപ്പം എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോവുക. ലോകത്തുള്ള ജനങ്ങൾ മൊത്തം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നല്ല നല്ല കാര്യങ്ങൾ പറയുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദേശത്തുനിന്നും എല്ലായിടത്തുനിന്നും ഒരു ദിവസം ഒരു 10-25 പേരെങ്കിലും വിളിക്കാത്ത ദിവസമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കുടുംബത്തിനും സന്തോഷമുണ്ട്. ആ വേദനയിൽ ഇപ്പോൾ സന്തോഷമായിട്ട് മാറിയേക്കുവാണ്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അനുഭവിച്ച ജീവിത അനുഭവത്തിൽ നിന്ന് അതിൽ 1% പോലും നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ തോന്നിയോ? അതെ, തോന്നിയായിരുന്നു. ഈ നോവലിനകത്ത് ഇനി ഒരുപാടൊക്കെ വരാനുണ്ട് അതിനകത്ത്. അപ്പോൾ അത് അവർ 3 മണിക്കൂർ ഇതല്ലേ, എന്നിട്ട് ഇനി ചിലപ്പോൾ ഇനി ഒന്നുകൂടെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, അത് എന്താ പറയുക, ഒരു മനുഷ്യന് അനുഭവിച്ച ഈ ഒരു ദുരിത അനുഭവം കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികൾ അത്
ഇപ്പോൾ വലിയ സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. നജീബ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പ്, കേരളക്കരയുടെ കൂടപ്പുറപ്പായി മാറിയിട്ടുണ്ട്. ഓരോ ആളുകളും നൽകുന്ന സ്നേഹം പ്രവാസികൾ ഒന്നടങ്കം ചേർത്ത് പിടിക്കുകയും പ്രവാസികളെല്ലാം എല്ലാ രാജ്യത്തെ ആൾക്കാരും എന്നെ വിളിച്ചിരിക്കുക ചെല്ലാനായിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, പിന്നെ ആരോ ചോദിച്ചു നിങ്ങളോട് ആ സ്ഥലത്ത് ഇനിയും പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളായി വേദന അനുഭവിച്ച ആ നാട്ടിൽ ഇല്ല ഇല്ലെന്ന് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളിനി പോവില്ല? എനിക്ക് ഉംറയ്ക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്, ആ സ്ഥലത്ത് പോകത്തില്ല. അത് അത്രയൊരു നൊമ്പരപ്പെടുന്ന സ്ഥലം. കാരണം നമ്മളിപ്പോൾ അത് പറയാനാണെങ്കിൽ ഏറ്റവും നല്ല രാജ്യമാണ് സൗദി അറേബ്യ. കാരണം ഒരു കോടി ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളെ ചിലപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഭവമല്ലേ അത് വരുന്നുള്ളൂ, അല്ലാതെ അവിടുത്തെ ആൾക്കാർ ഇതാണ് മോശമാക്കാനുള്ളൂ അത് എന്തോന്നുമില്ല. നിങ്ങളുടെ ഒരു വേദന ഞാൻ പറഞ്ഞത് മാത്രമേ, ഞാൻ അനുഭവിച്ച ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? അതെ അതെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂവിൽ ഒരു കാര്യം കൂടി പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ആ സമയത്ത് ചിന്തിച്ചിരുന്നു? ഇല്ലില്ല, ചിന്തിച്ചിരുന്നിട്ടില്ല. കാരണം ഞാൻ പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചെങ്കിലും നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല, എൻ്റെ മതം അതിന് അനുവദിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് ഞാനങ്ങ് സഹിച്ചു. കാരണം എൻ്റെ വീട്ടിലെ കാര്യം എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഞാൻ അത്രയ്ക്ക് അത് തന്നെ ബെന്യാമിൻ അത് എഴുതിയത് കൊണ്ട് മാത്രമാണ്. അതെ, അല്ലാതെ അറിയത്തില്ലായിരുന്നു. ഞാനിതുപോലെ ജോലി ചെയ്ത് ഇന്ന് വരും, അതേ ഉള്ളായിരുന്നു. ഇപ്പോഴും ഞാൻ ആ പഴയ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പോയാൽ. ആടുകൾക്കിടയിലുള്ള ജീവിതം അല്ലേ? അതെ അതെ, അതൊരു വലിയ ചവിട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആടുകളുടെ. അത് കിട്ടിയിട്ടൊന്ന് പറയാനുണ്ട്. തീറ്റ കൊണ്ട് പണം കണ്ടില്ലേ? കണ്ടില്ല. പക്ഷെ എനിക്കത് പോകേണ്ടതായിട്ട് വന്നു. കാരണം അവർ നിർബന്ധിച്ച്, ഞാനല്ലേ ഇതിനകത്ത് ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് പെരുന്നാൾ കഴിഞ്ഞ് പോകാനായിട്ടൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ അവരായിട്ട് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ പോയി പടം കണ്ടത്. പടം കണ്ടപ്പോൾ അതിന് ആട് നമ്മളൊരു കൂട്ടിയിട്ടയുടെ സൗണ്ട് ഉണ്ട്. ആരെങ്കിലും കണ്ടവരുണ്ടോ? അതെൻ്റെ മേത്തിരിക്കുന്ന സൗണ്ടാണ് അതിനകത്ത് കേൾക്കുന്നത്. അതേപോലെ ഇടിക്കുന്നത്, നമ്മളറിയാതെ ഇന്നിങ്ങനെ പോച്ച ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒന്നൊറ്റ ഇടിക്കുന്നത്. ആ സൗണ്ട് അത് കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതിനകത്ത് വേറെ രംഗം കൊണ്ടുണ്ട്. നമ്മളാ ഫാൻറ്റ് ചാടിപ്പോകാനായിട്ട് ഫാൻ്റെ ഇടുന്ന രംഗമില്ലേ, കണ്ടായിരുന്നു? പൃഥ്വിരാജ് ഇങ്ങനെ ഒട്ടിപ്പോയില്ലെങ്കിൽ അപ്പം ഞാനത് ഇവിടുന്ന് കൊണ്ടുപോയി ഫാൻ്റെ അന്ന് കൊണ്ടുപോയത് ബേഗിനകത്ത് നിന്ന് എടുത്താൽ കൊണ്ട് ഇടാനും പെട്ടെന്ന് പറഞ്ഞാൽ ഊരി താഴെ പോയി. അപ്പോൾ അത് ഞാനെടുത്ത് ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു കരട്ട് കെട്ടുന്ന രംഗമാണ്. അപ്പോൾ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതിനകത്ത് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക്. അപ്പോൾ അതെല്ലാം നേരിൽ ജനങ്ങളെ കാണിച്ചതിനകത്ത് എനിക്ക് വളരെ സന്തോഷമാണ്. ആ ഒരു ദൃശ്യവിസ്മയം വല്ലാണ്ട് മനസ്സിൽ അതെ 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 പെടുത്തി. അതെ അതെ, ഒരുപാട് ഞാൻ അന്നേരം മുതൽ കരയുവാണ്. ദൃശ്യവിസ്മയത്തിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് വീണ്ടും ആ പഴയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നുപോയി. ആ നിമിഷം ഞാനന്നേരം അവിടെ നിന്ന് കരയുവാണ്. കാരണം അതിൻ്റെ അളിയനും കൂടെ വന്നായിരുന്നു. അതുകൊണ്ട് കരയേണ്ട, എൻ്റെ അളിയനിപ്പോൾ അനുഭവിച്ചിപ്പോൾ നല്ല സുഖമായില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ സമാധാനപ്പെടുത്തിയായിരുന്നു. എന്തായാലും ഓരോ പ്രവാസികൾക്കും ഓരോ കഥകൾ ഉണ്ടാവും പറയാൻ, ഓരോ നമ്പരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ പല പ്രവാസികൾക്കും ഉണ്ട്. ഇതല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കുറച്ചുള്ളത് ഒരുപാടുണ്ട്. തീർച്ചയായും. അല്ല, ഇതുപോലെ കേരളത്തിലുള്ള മലയാളികൾ ഒരുപോലെ കണ്ണു നിറയിച്ച ഒരു കഥ ഇതിന് മുൻപോ ഇനി ഇത് പിൻപോ വരുമോന്ന് അറിയില്ല. ഇല്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോൾ ഇനിയുള്ള കാലത്തൊന്നും ഇതുപോലൊരു കാലം വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലുമായിട്ടാണ് പോകുന്നത്. അതുപോലെ ചെന്നിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് വിവരം പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അവരുമായിട്ടാണ് എല്ലാവരും പോകുന്നത്. ഒരാൾക്കൊരു ജോലി ഇല്ലെങ്കിൽ, അതെ അതെ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും നജീബ് ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാ ഇനിയുള്ള ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും വലിയ രീതിയിൽ മുന്നോട്ട് പോകാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാ എന്നും കൂടെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിന്റെ കൂടെ പുറത്ത്. അതെ അതെ അതെ. ഇൻഷാ അല്ലാ.